ഗുഡ് മോർണിംഗ് മക്കളെ. നമ്മളെ എക്സസൈസ് ആണ്. അപ്പം നമ്മുടെ ഒരു ടെക്സ്റ്റ് ബുക്ക് എക്സസൈസ് ചെയ്ത് കഴിഞ്ഞു. എക്സസൈസ് ചെയ്ത എക്സാമ്പിൾസ് ആണ്. അടുത്ത സ്റ്റൈലിലുള്ള പ്രോബ്ലംസ് ആണ്. നമുക്കറിയാവുന്നതാണ്, നിങ്ങൾക്ക് എളുപ്പം. The price of 2 pens and 3 notebook is 110 rupees and the price of 2 pen and 5 notebook is 170 rupees. What is the price of a pen and the price of a notebook? ഇവിടെ നമ്മൾ പെന്നും ഉണ്ട് നോട്ട്ബുക്കും ഉണ്ട്. അപ്പൊ നമ്മൾ എന്നാ കൊടുക്കും? ലെറ്റ് പ്രൈസ് ഓഫ് പെൻ എന്നാ കൊടുക്കും നിങ്ങൾ? എക്സ് എന്ന്. പ്രൈസ് ഓഫ് ബുക്കിൽ എന്നാ കൊടുക്കും? വൈ എന്ന് കൊടുത്തു. ഇനി കൊടുത്തു കഴിഞ്ഞാൽ ഈസിയാണ്, നിങ്ങൾക്ക് ആളെ കിട്ടിക്കഴിഞ്ഞാൽ. ഇനി കണ്ടീഷൻ നോക്കി. 2 പെൻ എന്ന് പറയുമ്പോൾ എന്നായിരുന്നു? 2x അല്ലേ? ഓക്കെ. 3 നോട്ട്ബുക്ക് രണ്ടും കൂടെ ആഡ് ചെയ്താൽ 2 ബുക്കിനും കൂടെ 2 പേനായിരിക്കും, 3 ബുക്കിനും കൂടാണ് 110, 110 rupees. അപ്പൊ എന്നാണ് അഡീഷണൽ വരുന്നത്? 2x plus 3y is equal to 110. ഇത് ഫസ്റ്റ് കണ്ടീഷൻ കണ്ടോ? 3y 3 ബുക്ക് 3y. ഇനി സെക്കൻഡ് കണ്ടീഷൻ എന്താണ്? 2 പെൻ. അപ്പൊ എന്നായിരുന്നു? 2xും 5 നോട്ട്ബുക്കും കൂടെ. അപ്പൊ 5y എത്രയാണ്? 170. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? അങ്ങനെയാണെങ്കിൽ ഒരു ബുക്കിന് ഇതിന് എത്രയാണ് വില, ഒരു നോട്ട്ബുക്കിന് എത്രയാണെന്നാണ് നമുക്ക് 2 ഇക്വേഷൻ കിട്ടി. നമ്മൾ എന്ത് ചെയ്യണം? ഏതെങ്കിലും എക്സ് അല്ലെങ്കിൽ വൈയെ ക്യാൻസൽ ചെയ്യുവാണ്. അതിനുവേണ്ടി എന്താണ് നോക്കുന്നത്? ആരെങ്കിലും ഒരുപോലെ ഉണ്ടോ? ഉണ്ടല്ലോ. 2x ഒരുപോലെയാണ്, 2x. പക്ഷേ പ്രശ്നം, ഒരാൾ പ്ലസും ഒരാൾ മൈനസ്. നമുക്ക് അതിനുകൊണ്ട് സൊല്യൂഷൻ എന്താണ്? നിങ്ങൾക്ക് അറിയാം. ഒരാളെ മൈനസ് ഇട്ടങ്ങ് മൊത്തം ടൈമിന് മൈനസ് ഇട്ടങ്ങ് മൾട്ടിപ്ലൈ. ഏത് ടൈമിന് ചെയ്യാം? സെക്കൻഡ് ടൈം അല്ല, ഫസ്റ്റ് ടൈമിന് ചെയ്യാം അല്ലേ? അപ്പം ഈ ടൈമിന് മൊത്തം നമ്മൾ എന്ത് ചെയ്യണം? മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോകും. അത് ഇവിടോട്ട് എടുത്തിരുതട്ടെ. ഓക്കെ. അപ്പം ഞാൻ പറഞ്ഞ എന്താണ്? മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താണ്? അവരുടെ സൈൻ എല്ലാം അങ്ങ് മാറും. അപ്പം പ്ലസ് 2x ആയിരുന്നു, മൈനസ് 2x. പ്ലസ് 3y ആയിരുന്നു, മൈനസ് 3y ഇസ് ഈക്വൽ ടു മൈനസ് 110. താഴത്തിന് വ്യത്യാസമുണ്ടോ? അതുപോലെ അങ്ങ് എഴുതി. ഓക്കെ. ഇനി ഇവരെ രണ്ടുപേരും കൂടെ അങ്ങ് കാൽക്കുലേഷൻ ചെയ്താൽ മതി. പ്ലസ് 2x മൈനസ് 2x കണ്ടോ? ക്യാൻസൽ ആയിപ്പോയി. ഇനി പ്ലസ് 5ഉം മൈനസ് 3 എന്ത് ചെയ്യും മക്കളെ? സബ്ട്രാക്ട് ചെയ്യും. 5ന് 3 പോകെ 2y. വലുതിന്റെ സൈൻ പ്ലസ്. ഇതും പ്ലസും മൈനസും 170 110. അപ്പൊ എന്ത് ചെയ്യും? സബ്ട്രാക്ട് ചെയ്യും. 170 110 പോകെ എത്രയാണ്? 60. വലുതിന്റെ സൈൻ പ്ലസ്. അപ്പം 2y is equal to 60. അപ്പൊ y കാണാൻ എന്നാ ചെയ്യും? 2നെ ഇപ്പുറത്ത് കൊണ്ടുപോകും. 2y എന്നായിരുന്നു. y കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് ഇവിടെ വന്നപ്പം ഡിവിഷൻ. ആൻസർ എത്രയാണ്? 30. അപ്പൊ y എന്ന് പറഞ്ഞാൽ നമ്മുടെ ബുക്കിന്റെ വിലയാണ്. 30 കിട്ടി. അപ്പൊ ഒരു ബുക്കിന്റെ വില കിട്ടിയില്ലേ? ഇനി അപ്പം പെന്നിന്റെ വില കാണാൻ എന്നാ ചെയ്താൽ മതി? ഏതെങ്കിലും ഇക്വേഷനകത്തോട്ട് ഇതിനകത്തോ അല്ലെ ഈ മൈനസ് ആക്കിയതിനകത്തോ ഏതിനകത്ത് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇക്വേഷൻ ഇട്ട് കൊടുത്താൽ മതി. ഇതിനകത്ത് തന്നെ ഇടട്ടെ. ആദ്യത്തേതിനകത്ത് 2x പ്ലസ് 3y ഈസ് ഈക്വൽ ടു 110. ഞാൻ വൈയുടെ സ്ഥാനത്ത് എന്ത് കൊടുക്കാൻ പോവാ? 30. അപ്പൊ 2x അതുപോലെ തന്നെ എഴുതി. 3 വൈയുടെ സ്ഥാനത്ത് 30 കൊടുത്ത മക്കളെ ഈസ് ഈക്വൽ ടു 110. ദാറ്റ് ഈസ് 2x പ്ലസ് 3 into 30 എത്രയാണ്? 90 is equal to 110. ഞാൻ ഇവിടോട്ട് എഴുതാം. ഓക്കെ. ഇപ്പൊ 2x പ്ലസ് 90 is equal to 110. നമ്മൾ പഴയ പോലെ 2xനെ ഒറ്റയ്ക്കാക്കും. 90 ഇപ്പുറത്തോട്ട് പോകും. 90 ഇവിടെ എന്ത് ചെയ്യുമായിരുന്നു? പ്ലസ്. അപ്പൊ അപ്പുറത്ത് പോകുമ്പോ ഡിവിഷനോ? അല്ലല്ലേ, സബ്ട്രാക്ഷൻ. അപ്പൊ ആദ്യം ആരെ എഴുതണം? 110 എഴുതിക്കോ. 110 മൈനസ് 90 ദാറ്റ് ഈസ് 2x is equal to 110 90 പോകെ എത്രയാണ്? 20 ആണ് അല്ലേ? ഓക്കെ. അപ്പൊ എക്സ് ഒറ്റയ്ക്കാക്കിക്കേ. 2 ഇപ്പുറത്ത് പോകുമ്പോ എന്നാ ചെയ്യും മക്കളെ? നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ തെറ്റിക്കത്തില്ല. ഡിവൈഡ്. അപ്പൊ എക്സ് is equal to 10. എക്സ് എന്ന് പറഞ്ഞാൽ പെന്നിന്റെ വില, മറ്റേതും കിട്ടി 30. അപ്പൊ എടുത്തെഴുതുകയല്ലേ നിങ്ങള്? പ്രൈസ് ഓഫ് pen is equal to 10 rupees എന്നും പ്രൈസ് ഓഫ് ബുക്ക് നോട്ട്ബുക്ക് is equal to
30 rupees അല്ലേ? എഴുതി കണ്ടീഷൻ ശരിയാണോ നോക്കിയേ? 2 പേന എന്ന് പറയുമ്പോൾ 20. ഈ കണ്ടീഷൻ നോക്കാമല്ലോ. 2 പെൻ 2 പേന എന്ന് പറയുമ്പോൾ 20. 3 നോട്ട്ബുക്ക് 3 × 30 90. 110. അവർ പറഞ്ഞ 110 rupees ആണെന്ന്. കറക്റ്റായിട്ടാണ് നമ്മൾ ചെയ്ത ആൻസർ കറക്റ്റാണ്. മനസ്സിലായില്ലേ? സിമ്പിളാണ് മക്കളെ. നിങ്ങളിപ്പോൾ പഠിച്ചു അല്ലേ? ഇക്വേഷൻ ഉണ്ടാക്കി ചെയ്യാൻ പഠിച്ചില്ലേ? ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇത് ഈസി ആക്കി തരാം. ഈസി ആയില്ലേ മക്കളെ? സത്യം പറയണം, ഈസി ആയിട്ട്. ഓക്കെ മക്കളെ, വീഡിയോ കാണുക, തന്നെ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് തന്നെ ചെയ്യാം. വീഡിയോ കണ്ടിട്ട് ക്വസ്റ്റ്യൻ കണ്ട ഉടനെ നിങ്ങൾക്ക് തന്നെ ചെയ്തിട്ട് നിങ്ങൾ ആൻസർ ചെക്ക് ചെയ്താൽ മതി. ഓക്കെ മക്കളെ, എല്ലാവരും വീഡിയോ കാണണം. ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ റെക്കമെൻഡ് ചെയ്യണം കേട്ടോ. ഫ്രണ്ട്സിനോടൊക്കെ പറയാം. 10 തുടങ്ങുന്നുണ്ട് കേട്ടോ. ചേച്ചിമാരോടൊക്കെ പറയണം.